കൃത്യമായ ബോധമുള്ളവരാണെങ്കിൽ അമേരിക്കയുമായി ആണവ പദ്ധതിയിൽ ഒരു കരാറിലെത്തുന്നത് സാധ്യമാണെന്ന് ഇറാൻ വിശ്വസിക്കുന്നുവെന്ന് ട്രംപ് ഭരണകൂടവുമായുള്ള രണ്ടാം ഘട്ട ചർച്ചയ്ക്ക് മുന്നോടിയായി വിദേശകാര്യമന്ത്രി അബ്ബാസ് അരഗ്ചി പറഞ്ഞു. അവർ ഉദ്ദേശശുദ്ധി പ്രകടിപ്പിക്കുകയും ശരിയായ ബോധമില്ലാത്ത ആവശ്യങ്ങൾ ഉന്നയിക്കാതിരിക്കുകയും ചെയ്താൽ കരാറുകളിൽ എത്താൻ സാധിക്കും. റഷ്യൻ വിദേശകാര്യമന്ത്രി സെർജി ലാവ്റോവുമായുള്ള ചർച്ചകൾക്ക് ശേഷം റഷ്യയിൽ നടന്ന വാർത്താ സമ്മേളനത്തിൽ പറയുകയായിരുന്നു അരഗ്ചി. കഴിഞ്ഞ ആഴ്ച ഒമാനിൽ നടന്ന കരാറിനെ കുറിച്ചുള്ള ആദ്യ റൗണ്ട് ചർച്ചകളിൽ അമേരിക്കയുടെ ഗൗരവം ഇറാൻ ശ്രദ്ധിച്ചുവെന്ന് അരഗ്ചി പറഞ്ഞു. രണ്ടാം റൗണ്ട് ചർച്ച റോമിൽ ഒമാൻ വിദേശകാര്യമന്ത്രി ബദൽ അൽ ബുസൈദി വഴി നടക്കുമെന്നും ഇറാൻ വിദേശകാര്യ മന്ത്രാലയ വക്താവ് എസ്മായിൽ ബഗായി പറഞ്ഞു. യുറേനിയം സമ്പുഷ്ടീകരണത്തിന് ചില പരിധികൾ അംഗീകരിക്കാൻ തയ്യാറാണെന്ന് ഇറാൻ കഴിഞ്ഞ ആഴ്ച നടന്ന ചർച്ചകളിൽ അമേരിക്കയോട് പറഞ്ഞിരുന്നു. എന്നാൽ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് വീണ്ടും ആണവ കരാർ ഉപേക്ഷിക്കില്ലെന്ന് ഉറപ്പ് നൽകേണ്ടതുണ്ടെന്ന് ഇറാനിലെ ഒരു മുതിർന്ന ഉദ്യോഗസ്ഥൻ ചൂണ്ടിക്കാണിച്ചു. ഇറാന്റെ ആണവ പദ്ധതി സമാധാനപരമാണെന്ന് പറയുന്നുണ്ടെങ്കിലും കൂടാതെ അണുബോംബ് നിർമ്മിക്കുക എന്നതാണ് ലക്ഷ്യമെന്ന് പാശ്ചാത്യ രാജ്യങ്ങൾ പറയുന്നുണ്ടെങ്കിലും അമേരിക്കയുമായി ഒരു കരാറിലെത്തിയില്ലെങ്കിൽ ഇറാനെ ആക്രമിക്കുമെന്ന് ട്രംപ് ഭീഷണിപ്പെടുത്തിയിരുന്നു. അതേസമയം ഇറാനും അമേരിക്കയ്ക്കും ഗുണകരമാകുന്ന ഏത് പങ്ക് വഹിക്കാനും മധ്യസ്ഥത വഹിക്കാനും സഹായിക്കാനും റഷ്യ തയ്യാറാണെന്ന് ലാവ്റോവ് പറഞ്ഞു. ചർച്ചകളെക്കുറിച്ച് ക്രെംലിനെ അറിയിക്കാൻ പ്രസിഡന്റ് വ്ളാഡിമിർ പുടിന് ഒരു കത്തുമായി ഇറാൻ പരമോന്നത നേതാവ് അലി ഖമേനി അരഗ്ചിയെ റഷ്യയിലേക്ക് അയച്ചിരുന്നു. അടുത്ത കുറച്ച് ദിവസങ്ങൾക്കുള്ളിൽ അരഗ്ചി ചൈന സന്ദർശിക്കുമെന്ന് കൂടുതൽ വിശദാംശങ്ങൾ നൽകാതെ ഇറാൻ സ്റ്റേറ്റ് വാർത്താ ഏജൻസിയായ IRNA റിപ്പോർട്ട് ചെയ്തു. ഇറാനുമായി സമാധാനപരമായ ഒരു പരിഹാരമാണ് അമേരിക്കൻ ഭരണകൂടം തേടുന്നതെന്നും എന്നാൽ രാജ്യം ആണവായുധം വികസിപ്പിക്കുന്നതിന് ഒരിക്കലും അനുവദിക്കില്ലെന്നും അമേരിക്കൻ സ്റ്റേറ്റ് സെക്രട്ടറി മാർക്കോ റൂബിയോ നേരത്തെ പറഞ്ഞ കാര്യമാണ്.